കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേക്ഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേക്ഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേക്ഷിത, പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ. പ്രേക്ഷിത വഴിയിൽ ചിന്തിണമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേക്ഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, അവധിക്കാലമൊക്കെ കഴിഞ്ഞ് മിടുക്കരായിട്ട് അടിച്ചു പൊളിച്ച് നിങ്ങൾ തിരിച്ച് വിശ്വാസ പരിശീലന ക്ലാസ്സിന് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ വർഷം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വിശ്വാസ പരിശീലന ക്ലാസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ അവധി? എവിടെയൊക്കെ പോയി? സാർ, ഞാൻ ഊട്ടിക്ക് പോയി. ഊട്ടി. എങ്ങനെയുണ്ടായിരുന്നു ഊട്ടി പ്രോഗ്രാം? അവിടെ കുറെ മലകൾ കണ്ടു, പിന്നെ കുറെ മരങ്ങൾ കണ്ടു. ഓക്കെ. പിന്നെ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. ഓ, തണുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ് തണുപ്പ്. പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ? ഞാൻ ആന്റിയുടെ വീട്ടിൽ പോയി. ആന്റിയുടെ വീട്ടില് എങ്ങനെയുണ്ടായിരുന്നു ആന്റിയുടെ വീട്ടിലെ പ്രോഗ്രാം? ആന്റിയുടെ വീട്ടില് 3 കുഞ്ഞിപ്പിള്ളേരുണ്ടായിരുന്നു. അവരുടെ കൂടെ കളിക്കുമായിരുന്നു. അവരുടെ കൂടെ കളിയും ചിരിയൊക്കെ ആയിട്ട് സമയം നല്ല ഭംഗിയായിട്ട് പോയല്ലേ? ഓക്കെ. സാർ, ഈ ജോസിനെ ചാക്കോച്ചനെ ഒന്നും കണ്ടില്ലല്ലോ, അവരെവിടെ പോയി? നിങ്ങൾ നോട്ട് ചെയ്തല്ലേ, നമ്മുടെ ജോസ്, ചാക്കോച്ചൻ, കിരൺ അവരൊന്നും ഇവിടെ ഇല്ല. അവർക്ക് ഞാനൊരു ചെറിയ പണി കൊടുത്തിരിക്കുക. അവർക്കൊരു പണിയല്ല, അവർക്കൊരു ചെറിയ പണി കൊടുത്തിരിക്കുകയാണ്. ഞാനൊരു സംഗതി നോക്കി കണ്ട് പഠിച്ചു വരാൻ പറഞ്ഞിരിക്കുകയാണ്. അവർ വന്നിട്ട് അതിൻ്റെ വെളിച്ചത്തിലായിരിക്കും നമ്മുടെ ക്ലാസ് ഇന്ന് മുന്നോട്ട് പോവുക. ഓക്കെ സാറേ അവർ പണ്ട് പോലെ ഉഴപ്പന്മാരായിരുന്നു സാർ. ഉഴപ്പൊന്നും അല്ല കുഞ്ഞെ, നല്ല മിടുക്കന്മാരാ. കണ്ടോ, അവർ വരുമ്പോൾ കൊണ്ട് അവരുടെ പെർഫോമൻസ് എത്തി. വാ, കയറി വാ, മെല്ലെ മെല്ലെ കയറി വാ. എന്നിട്ട് കഥയ്ക്കുന്നുണ്ടല്ലോ. പോയ കാര്യം എങ്ങനെയായി? അപ്പുറത്തെ പറമ്പില്ലേ, നമ്മുടെ തോമസ് ചായന്റെ പറമ്പ്, അതെ അവിടെ തന്നെ. ആ പറമ്പില് ഒരു കുഞ്ഞും 5-6 തള്ളക്കോഴികളും ഇങ്ങനെ ഒരു കുഞ്ഞും 5-6 തള്ളക്കോഴികളോ? ചാക്കോച്ച നീ പറയടാ. സാറേ, അതായത് ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഒരു തള്ളക്കോഴിയും കുറെ കുഞ്ഞുങ്ങളും. തള്ളക്കോഴി ചകഞ്ഞിട്ട് കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾ തിന്നുന്നു. കാണാൻ എന്ത് രസാ അല്ലേടാ ജോസേ? അതെ അതെ. അപ്പോൾ ഒരു കൊതിയും വരുന്നത് കുഞ്ഞുങ്ങളെ തന്നെ നോട്ടം ഇട്ട് പറന്നു. അത് കണ്ട ഉടനെ തള്ളക്കോഴി ചിറകിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി. അത് കൊള്ളാലോ. ഈ ശബ്ദം കേട്ട ഉടനെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ തള്ളക്കോഴിയുടെ ചെറുകിന്റെ കീഴിൽ ഇങ്ങനെ ഒളിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വന്നപ്പായിരുന്നു കുഞ്ഞുങ്ങളെ കാണാതായപ്പോ നാണിച്ച് പറന്നു പോയി. വാ, കൊള്ളാം. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. നോക്കിക്കേ, കുഞ്ഞുങ്ങളെ പഠിച്ച് ഇപ്പം കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് വന്ന കൊതിയൻ പരുന്ത് ഒന്നും കിട്ടാതെ നിരാശനായിട്ട് മടങ്ങേണ്ടതായിട്ട് വന്നു. ഇത്രയും മനോഹരമായിട്ട് ഈ സംഗതി കണ്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമുക്കൊരു കോഴിയമ്മ ക്ലാപ്പ് തന്നെ കൊടുത്താലോ? എന്തു പറയുന്നു?
വെരി ഗുഡ്. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അമ്മയുടെ സംരക്ഷണം. അമ്മയുടെ സംരക്ഷണം. ഓക്കെ, പിന്നെ മറ്റേതെങ്കിലും അഭിപ്രായം? കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ രക്ഷിക്കും. കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു, അല്ലേ? കൊള്ളാം, നല്ല ഒബ്സർവേഷൻസ്. ഇനി എനിക്ക് പറയാനുള്ളത് മറ്റൊരു സംഗതിയാണ്. ആ ഒരു സംഗതി പറയണമെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങളോട് സംസാരിക്കണം. അതായത്, നിങ്ങൾ ആരെങ്കിലും സൂര്യകാന്തി പൂ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഒരു പ്രത്യേകത, സാറേ നല്ല വലിപ്പമുള്ളൊരു പൂവാ. നല്ല വലിപ്പമുള്ളൊരു പൂവാണ് സൂര്യകാന്തി പൂ. പിന്നെ മഞ്ഞ നിറം. മഞ്ഞ നിറമാണ് സൂര്യകാന്തി പൂവിന്. മറ്റേതെങ്കിലും വിശേഷണം? സാറേ ആ പൂവും കൊണ്ട് എണ്ണ ഉണ്ടാക്കാം, ഈ സൺഫ്ലവർ ഓയിലൊക്കെ. സൺഫ്ലവർ ഓയിൽ അല്ലേ? ഓക്കെ. സൂര്യകാന്തി പൂ സൂര്യനെ നോക്കിയല്ലേ നിൽക്കുന്നത്? ആണോ? സൂര്യകാന്തി പൂ സൂര്യനെ നോക്കിയാണോ നിൽക്കുന്നത്? അതെ. അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് സൂര്യകാന്തി പൂവിന് ആ പേര് കിട്ടിയത്. അതായത് രാവിലെ ഉണരുന്ന പൂ സൂര്യനെ നോക്കി വിരിയുന്നു, സൂര്യൻ പോകുന്നത് നോക്കി ഇങ്ങനെ ചലിക്കുന്നു. അങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ദേ, മനോഹരമായൊരു വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്, നോക്കിക്കേ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം എന്താ അർത്ഥമാക്കുന്നത്? ഈ പൂവിൻ്റെ ഒരു സ്വഭാവമാണല്ലേ സൂര്യനെ നോക്കി തിരിയുക എന്നുള്ളത്. അതുപോലെ തന്നെ കോഴിയമ്മയുടെ ഒരു സ്വഭാവമാണ് മക്കൾക്ക് തീറ്റ കൊടുക്കുക, മക്കൾക്ക് അപകടം പറ്റി എന്ന് മനസ്സിലായാൽ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത്, അല്ലേ? അതോടൊപ്പം തന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമാണ് ഒച്ച കേട്ടാൽ അമ്മയുടെ വിളി കേട്ടാൽ ഉടൻ തന്നെ ചിറകിൻ്റെ അടിയിൽ കയറി ഒളിക്കുക എന്നുള്ളത്, അല്ലേ? ഇതൊക്കെ ആരെങ്കിലും അവരെ പഠിപ്പിച്ചിട്ടാണോ? അല്ല. ആണോ? അല്ല. വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന, അല്ലേ? ഈശോ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇതുപോലെ തന്നെ നമ്മൾ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ സഭയ്ക്കും ഒരു സ്വഭാവമുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ പാഠവിഷയം. സഭ സ്വഭാവത്താലെ പ്രേക്ഷിത. സഭ സ്വഭാവത്താലെ പ്രേക്ഷിത. അങ്ങനെയെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞ് അവസാനിപ്പിച്ച നിങ്ങൾക്ക് ഒരു സമ്മാനമായി നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഒരുക്കിയിരിക്കുന്ന ആ കോറസ് ഡാൻസ് ഒന്ന് കളിച്ചാലോ? റെഡിയാണോ? റെഡി. എന്നാൽ തുടങ്ങാം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാൻ. പ്രേക്ഷിതവായലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലോക മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലോക മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വേണ്ടി വളരെ മനോഹരമായിട്ട് നൃത്തം ചെയ്ത നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കൊരു കയ്യടി കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം, അല്ലേ? എന്നാൽ പിന്നെ നെയിൽ ക്ലാപ്പ് തന്നെ ആയിക്കോട്ടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. നന്നായിട്ട് അങ്ങോട്ട് വരഞ്ഞ് ഒരു സുഖം വരട്ടെ. ഗുഡ്, താങ്ക് യു, വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞു
കോഴിയമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് സ്വഭാവമുണ്ട്, സൂര്യകാന്തിപ്പൂവിന് സ്വഭാവമുണ്ട്. അതുപോലെ നമ്മുടെ സഭയ്ക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന ഒരു സ്വഭാവമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ ഈ സഭയ്ക്ക് ഈ സ്വഭാവം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈശോയിൽ നിന്ന്. ഈശോയിൽ നിന്നല്ലേ? ഈശോയിൽ നിന്നാണ് സഭയ്ക്ക് സ്വഭാവം കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈശോയ്ക്ക് ഈ സ്വഭാവം എവിടെ നിന്നാണ് കിട്ടുന്നത്? പിതാവായ ദൈവത്തിൽ നിന്ന്. പിതാവായ ദൈവത്തിൽ നിന്നല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾക്ക് അമ്മയിൽ നിന്ന് സ്വഭാവം കിട്ടുന്നു, സൂര്യകാന്തിപ്പൂ ജന്മനാ തന്നെ ആ സ്വഭാവം ആർജിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന സ്വഭാവം ആദ്യം ഈശോയിൽ നിന്ന് കിട്ടി, പിന്നെ പിതാവായ ദൈവത്തിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് സഭയ്ക്ക് ഈ പ്രേക്ഷിത എന്ന സ്വഭാവം ലഭിക്കുന്നത്. ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ എന്നാ? നല്ല ചോദ്യം. നമ്മൾ പറഞ്ഞു സഭ പ്രേക്ഷിതയാണെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്താണ് പ്രേക്ഷിത പ്രവർത്തനമെന്ന്. വേണ്ടേ? എന്തായിരിക്കും പ്രേക്ഷിത പ്രവർത്തനം? ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതായത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനം. മനസ്സിലായോ? മനസ്സിലായോ? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ളവർക്ക് കൊടുക്കുക. സാറേ, ഈ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കരുണ എന്ന് വെച്ചാൽ എന്താ? ശരിയാണ്. ഈ പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈ പിതാവിൻ്റെ സ്നേഹവും കരുണയും എന്നല്ലേ? ഒരു കാര്യം ചെയ്യും, ജോഫിൻ തന്നെ നമ്മുടെ ജോഫിനോട് ഞാനൊരു ഒരു ഒരു ബൈബിൾ സെൻറ്റൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞില്ലേ? അതൊന്ന് വായിച്ചേ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ആരും നശിച്ചു പോകാതെ എല്ലാവരെയും രക്ഷിക്കാൻ പിതാവായ ദൈവം തൻ്റെ സുപുത്രനെ നൽകാൻ തക്കവണ്ണം നാം ഓരോരുത്തരെയും സ്നേഹിച്ചു. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഫിലിപ്പിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. പിറ്റേ ദിവസം നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ വന്നിട്ട് ഫിലിപ്പിൻ്റെ ചാച്ചനും അമ്മച്ചിയും പറയുക, ഫിലിപ്പിനെ തിരിച്ചു കിട്ടണമെങ്കിൽ അശ്വിനെ അവർക്ക് കൊടുത്താലേ അവർ ഫിലിപ്പിനെ തിരിച്ചു തരൂ. എന്തെങ്കിലും കാരണവശാൽ അശ്വിൻ്റെ ചാച്ചനും അമ്മച്ചിയും ഫിലിപ്പിന് വേണ്ടിയിട്ട് അശ്വിനെ ആ കൊള്ളക്കാർക്ക് കൊടുക്കാൻ തയ്യാറാവുമോ? ഇല്ല. തയ്യാറാവുമോ? ഇല്ല. നമ്മളെ ആരെയും നമ്മുടെ മാതാപിതാക്കൾ വേറൊരാളെ രക്ഷിക്കാൻ വേണ്ടി വിൽക്കാൻ ഒരിക്കലും തയ്യാറാവില്ല അല്ലേ? നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും അവർക്ക് വിഷമമാണ് അല്ലേ? അങ്ങനെയെങ്കിൽ തൻ്റെ സ്വപുത്രനെ, ഒരേ ഒരു പുത്രനെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുക. പിതാവായ ദൈവത്തിന് വ്യക്തമായിട്ടറിയാം ഈ പുത്രൻ ലോകത്ത് വരണം, പീഡകളേക്കണം, മരിക്കണം, പക്ഷേ പുനരുദ്ധരിക്കും, പുനരുദ്ധാനം. നമ്മളെ രക്ഷിക്കാനായിട്ട് ആ പുത്രൻ ഈ ലോകത്തിലേക്ക് വരും. പക്ഷേങ്കിലും ആ വലിയ വേദന എടുക്കാനായിട്ട് ആ പിതാവായ ദൈവം തയ്യാറാകുക. അതാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും. മനസ്സിലായോ? അതാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും. ഇനി ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഈ സ്നേഹവും കരുണയും. അത് പുത്രനിലും നമുക്ക് കാണാം. ഈശോയുടെ ജീവിതത്തിലും അനുദിനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഇങ്ങനെ വാരി കോരി നമ്മൾക്ക് ചൊരിഞ്ഞു തരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഏതെങ്കിലും ഒരു ഉദാഹരണം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? അന്ധനെ സുഖപ്പെടുത്തുന്നത്? അന്ധരെ സുഖപ്പെടുത്തുന്നത്. ലാസറിനെ ഉയർപ്പിച്ചത്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്. കൊള്ളാം. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ നോക്കിക്കേ, എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമുക്കുള്ളത്. ഇനി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പിതാവായ ദൈവം വെറും ഒരു വാക്ക് പറയുകയല്ല, പുത്രനെ അയക്കുന്നു, പുത്രൻ വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പുത്രനും പല കാര്യങ്ങൾ, ഈശോയും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പറയുക മാത്രമല്ല, നമ്മളെ പ്രവർത്തിച്ചും കാണിക്കുന്നുണ്ട് അല്ലേ? ഉദാഹരണത്തിന് ഈശോ പറയുന്നില്ലേ ശത്രുക്കളെ സ്നേഹിക്കാൻ? ഞാൻ ആരോടത് തയ്യാറാക്കി വരാൻ പറഞ്ഞ? മോളോടാണോ? വായിച്ചേ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈശോ പറയുന്നതാണല്ലേ ശത്രുക്കളെ സ്നേഹിക്കാൻ. മത്തായിയുടെ സുവിശേഷം
5:44. 5:44. ഈശോ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കാൻ. ഇത് ഈശോ ഒരു സ്ഥലത്ത് നമ്മളെ പ്രവർത്തിച്ചും കാണിക്കുന്നുണ്ട്. എവിടെയായിരിക്കും അത്? എപ്പോഴായിരിക്കും? കാൽവരിയിലെ കുരിശുമരണത്തിൽ. കാൽവരിയിലെ കുരിശുമരണത്തിൽ അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതെങ്ങനെയാണെന്ന്? ഈശോ കുരിശിൽ കിടക്കുമ്പോൾ തന്നെ ക്രൂശിച്ചവരെ നോക്കി ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. മനസ്സിലായോ? ശത്രുക്കളോട് സ്നേഹിക്കാൻ ഈശോ ആവശ്യപ്പെട്ടു, നമ്മളെ സ്നേഹിച്ച് കാണിച്ചു. ഇനി ഞാൻ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരാൻ പോവാണ്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈശോ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ആദ്യത്തെ ഗ്രൂപ്പ് ഇവിടെ അഭിനയിച്ച് കാണിക്കണം. രണ്ടാമത്തെ ഗ്രൂപ്പ് അതെന്താണ് ആ പ്രവൃത്തി എന്ന് പറയണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബൈബിൾ വചനവും പറയണം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് ആരുടെ ഗ്രൂപ്പിന്? ആൺകുട്ടികളുടെ ഗ്രൂപ്പിനെ ഒന്ന് ഒന്നിച്ചു കൂട്ടിയാലോ? എന്നാൽ ആൺകുട്ടികൾ ഇങ്ങോട്ട് വന്നേ, ഈ സൈഡിലേക്ക് വന്നേ. നിങ്ങളൊന്ന് ആലോചിച്ചേ. ബൈബിളിൽ നിന്ന് നല്ലൊരു സംഭവം എടുത്ത് ഞാൻ പറയുമ്പോൾ ഇവിടെ അവതരിപ്പിച്ച് കാണിക്കണം. പെൺകുട്ടികൾ അത് കണ്ടിട്ട് അത് ഏത് ഭാഗമാണെന്ന് പറയണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബൈബിൾ വചനം പറയണം. റെഡി? റെഡിയാണോ? യെസ്. എന്നാലോചിച്ചേ. തീവ്രമായ ആലോചന നടക്കുകയാണ്. ഇവരിതിങ്ങനെ അഭിനയിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കണം എന്തായിരിക്കാം ഇതെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം അവർ ഒബ്സർവ് ചെയ്യുക, പിന്നെ അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്ന് പറയുക. റെഡി? അന്നാ കണ്ടുകളയാം. ആർക്കെങ്കിലും ഐഡിയ കിട്ടി വരുന്നുണ്ടോ? ആർക്കാ മനസ്സിലായിരിക്കുന്നത് ഇതെന്താണ് സംഭവം? വെരി ഗുഡ്, ഭംഗിയായിരിക്കുന്നു. എല്ലാവരും കൂടി ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. അല്ലാതെ പിന്നെ ഗുഡ്, വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. വെരി വെൽ ഡൺ. എന്താണ് സംഭവം? ആർക്ക് പറയാം? പാപിനിയായ സ്ത്രീ ഈശോയുടെ കാല് കഴുകുന്നു. പാപിനിയായ സ്ത്രീ ഈശോയുടെ കാല് കഴുകുന്നത്. കാല് കഴുകൊക്കെ നമ്മളിവിടെ കണ്ടു. അത് പാവനിയായ സ്ത്രീ ഈശോയുടെ കാല് കഴുകുന്നതാണോ? അല്ലല്ല. അല്ല. പിന്നെ ആരുടെ പാദങ്ങൾ കഴുകുന്നു? ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതാണ് നമ്മളിവിടെ കണ്ടത്. ആണോ? അത് തന്നെ. ശരിയാണ്. അപ്പോൾ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഗുരു ശിഷ്യന്മാരുടെ അല്ലേ, വലിയ ഉന്നതിയിലിരിക്കുന്ന ഒരാൾ താഴേക്കിറങ്ങി വന്ന് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന സംഗതിയാണ് നമ്മൾ കണ്ടത്. ഈ സംഭവത്തെ ബൈബിളിലെ ഏത് വാക്യവുമായി, ഈശോ പറഞ്ഞ ഏത് വാക്യവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം? പെൺകുട്ടികളൊന്ന് പരസ്പരം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കി, ഒന്ന് തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കാം അത്? ആർക്കും ഉത്തരം കിട്ടുന്നില്ല. ഞാൻ എന്നാൽ തെരേസിനോട് ഒരു ബൈബിൾ വാക്യം ഒരുങ്ങി വരാൻ പറഞ്ഞിരുന്നു. അതൊന്ന് കേൾക്കാം, അന്നേരം നമുക്ക് കിട്ടും. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ഈശോ പറയുക മാത്രമല്ല ചെയ്തത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനാകണമെന്ന് പറഞ്ഞു. അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെ ആകണമെന്ന് പറഞ്ഞു. ഈശോ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ തന്നെയാണ് ദൈവം എന്ന് ശിഷ്യന്മാരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ പറഞ്ഞ ദൈവം താഴേക്കിറങ്ങി മനുഷ്യരായ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു വലിയ സംഭവമാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുന്ന ആരാ? ഈശോ. വെരി ഗുഡ്. എങ്കിൽ ഇനി പെൺകുട്ടികളുടെ ഊഴമാണ്. ഒന്ന് ഡിസ്കസ് ചെയ്തോളൂ. വേഗമാട്ടെ, നമുക്ക് ഒത്തിരി സമയമില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ആക്ടിവിറ്റി വന്നു കാണുമല്ലോ അല്ലേ. ആ ആക്ടിവിറ്റി ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയേ. മതി, റെഡിയായി, ചെയ്യൂ, നോക്കട്ടെ.
സൂക്ഷിച്ച് കാണണേ. എന്നിട്ട് വേണം നിങ്ങൾ അതിൻ്റെ വ്യക്തമായ ഉത്തരം പറയാൻ. എന്തെങ്കിലും ആശയം കിട്ടുന്നുണ്ടോ? ശരിക്ക് ചിന്തിച്ചേ. എന്തായിരിക്കാം ഈശോ ചെയ്ത ഈ പ്രവൃത്തി? എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ടല്ലേ. താങ്ക് യു. എന്തോ കഴിക്കേണ്ട സാധനമാണ് ഇവർ നമുക്ക് തരുന്നത്. ഈശോ എന്തോ നമുക്ക് കഴിക്കാൻ തരിക. നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റിയാണ്, കൊള്ളാം. അപ്പോൾ വെരി ഗുഡ്. എന്തായിരിക്കാം ഈ സംഗതി? ആൺകുട്ടികളെന്ന് പറഞ്ഞേ. അന്ത്യത്താഴമാണോ? അന്ത്യത്താഴോ? കാനായിലെ കല്യാണ വിരുന്നാണോ? വാ, എന്തോ കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അരുൺ കൃത്യമായിട്ട് പറഞ്ഞു കല്യാണ വിരുന്നാണ്, എന്തോ കഴിക്കുന്ന പരിപാടിയാണെന്ന്. പിന്നെന്താ വേറെ എന്തായിരിക്കാം? 5,000 പേർക്ക് ഈശോ വിഭജിച്ച് കൊടുക്കുന്ന ഇതാണ്. അപ്പം വർദ്ധിപ്പിക്കുന്നു അല്ലേ? ഈശോ അപ്പം ഇരട്ടിച്ച് വിശക്കുന്നവരെ പോറ്റുന്നു. വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുന്ന ഈശോ. ഓക്കെ, പോയിരുന്നുള്ളൂ. വെരി ഗുഡ്. അപ്പോൾ ഇനി നമുക്ക് ഇവർ അവതരിപ്പിച്ച ഈ മനോഹരമായ ഈശോയുടെ പ്രവൃത്തിയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെ കാണാം എന്നറിയണം അല്ലേ? ആരാ ഇത് തയ്യാറാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്? യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഈ 5 അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് 2 സംഭവങ്ങളുണ്ട്. ഒന്ന് 7 അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതും, പിന്നെ 5 അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതും. അപ്പോൾ ഇവിടെയെല്ലാം ഈശോയ്ക്ക് സംഭവിക്കുന്നത്, ഈശോയുടെ ഉള്ളിൽ തോന്നുന്നത് എന്താണ്? അനുകമ്പയാണ്. ഈശോ ശിഷ്യന്മാരോട് എന്തോ പറയുന്നില്ലേ? അത് തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല. ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവേൻ. ആദ്യം ഈശോയ്ക്ക് അനുകമ്പ തോന്നുന്നു, ഭക്ഷിക്കാൻ കൊടുക്കാൻ പറയുന്നു, പക്ഷെ അത് സംഭവിക്കുന്നില്ല. അന്നേരം ഈശോ പറയുക, ഉള്ള അപ്പം എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. ഈശോ പിതാവിൻ്റെ മുമ്പിൽ ആ അപ്പങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിഭജിച്ച് എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പോൾ അനുകമ്പ തോന്നുന്ന ഈശോ അനുകമ്പയിൽ ഒതുക്കുന്നില്ല. അനുകമ്പ ഒരു പ്രവൃത്തിയിലേക്ക് വഴിമാറുകയാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഏതെങ്കിലും പാവപ്പെട്ടവരെ കാണുമ്പോൾ, ഏതെങ്കിലും ഒരു വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈ അനുകമ്പ ഉണ്ടാകാറുണ്ട് അല്ലേ? നമുക്കൊക്കെ തോന്നാറുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്തകൾ ആ അനുകമ്പയിൽ മാത്രം അവസാനിക്കുക. അനുകമ്പ കഴിഞ്ഞ് മുന്നോട്ടൊന്നും പോകുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഈശോ നേരെ തിരിച്ചാണ്. അനുകമ്പയിൽ അവസാനിക്കുന്നില്ല, അതൊരു പ്രവൃത്തിയിൽ അവസാനിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈശോ എന്താ ചെയ്യുന്നത്? പിതാവിൻ്റെ സ്നേഹവും കരുണയും തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈശോ ആരായിരിക്കും? ആദ്യ പ്രേക്ഷിതൻ. പിതാവിൻ്റെ സ്നേഹവും കരുണയും നമുക്ക് കാണിച്ചു തന്ന, തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആദ്യ പ്രേക്ഷിതനാണ് ഈശോ. അങ്ങനെയെങ്കിൽ സഭ എങ്ങനെയായിരിക്കണം? ഈശോയുടെ അതേ സ്വഭാവമുള്ള ആളായിരിക്കണം അല്ലേ? സഭയുടെ സ്വഭാവം പ്രേക്ഷിതം എന്ന് പറയുമ്പോൾ ഈശോയെപ്പോലെ തന്നെ സഭയുടെ ജീവിതത്തിലും അനുദിനം ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കാണിച്ചു കൊടുക്കണം അല്ലേ? ഈ സഭ എന്ന് പറയുന്നത് ആരാ സഭ? നമ്മളൊക്കെ തന്നെയല്ലേ? അപ്പോൾ സഭ സ്നേഹവും അനുകമ്പയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇത് ചെയ്യണം എന്നല്ലേ എൻ്റെ അർത്ഥം? അല്ലേ? ഒന്ന് ഉറപ്പിച്ചു പറ. അല്ലേ? അതെ. അപ്പോൾ സഭ സ്വഭാവത്താലെ പ്രേക്ഷിത എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം മറ്റുള്ളവർക്ക് പിതാവിൻ്റെ സ്നേഹവും കരുണയും പങ്കുവെച്ച് നൽകുക എന്നുള്ളതാണ് അല്ലേ? വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണും സഭ എങ്ങനെയാണ് പ്രേക്ഷിതയാകുന്നത്, സഭയുടെ അനുദിന ജീവിതത്തിൽ സഭ എങ്ങനെയാണ് പ്രേക്ഷിതയാകുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് കാണും. അതിനു മുമ്പായിട്ട്, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചെറിയ ഡാൻസ് കൂടി ചെയ്യണം. ഏത് വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൻ്റെ
ഡാൻസാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്? ഏതാണത്? യോഹന്നാൻ 3-ാം 16-ാം വാക്യം. എന്താ അതിനകത്ത് പറയുന്നത്? തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഉറപ്പിച്ചങ്ങ് പറ. തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ വചനത്തെ തന്നെ ഒരു ഡാൻസാക്കി നമുക്കൊന്ന് അവതരിപ്പിച്ചാലോ? അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ആദ്യത്തെ വിശ്വാസ പരിശീലന ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച സഭ എങ്ങനെയാണ് വിശ്വാസം പ്രഘോഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളെല്ലാവരും തയ്യാറായി. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.